കറുവപ്പട്ട എടുക്കുന്നൊരു വീഡിയോയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു ലൈസാസ് ആൻഡ് വ്ലോഗ്. കറുവ മരത്തിൽ നിന്ന് എങ്ങനെയാണ് കറുവപ്പട്ട എടുക്കുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഈ കാണുന്നതാണ് കറുവമരം. അറിയാത്തവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഇതിൽ നിന്നാണ് കറുവപ്പട്ട എടുക്കുന്നത്. ഇതിൻ്റെ തൊലിയാണ് നമ്മൾ കറുവപ്പട്ടയായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം ഇതേപോലെയുള്ള ഒരു ഇലം കൂടി ഉണ്ട്. വയനയില, ഇലമങ്ങലം എന്നൊക്കെ പറയും. രണ്ടിൻ്റെയും ഇല ഒരേപോലെ തന്നെയാണ്. അതിൻ്റെ ഇല ഇത്തിരി നീളം കൂടുതലുണ്ടാവും. അപ്പോൾ രണ്ടും കൂടി മാറാൻ പാടില്ല. സാധാരണ ഞാൻ കറുവപ്പട്ടയുടെ മരത്തിൻ്റെ മീതാണെന്നാണ് തൊലി എടുക്കാറ്. ഇപ്രാവശ്യം ലൈനിൻ്റെ മീതക്ക് വന്നിട്ട് ഒരുപാട് കറുവ മരത്തിൻ്റെ കൊമ്പ് വെട്ടി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ കൊമ്പിൽ നിന്നാണ് ഞാനിപ്പോൾ കറുവയുടെ തൊലി എടുക്കുന്നത്. അപ്പോൾ അധികം മൂപ്പെത്താത്ത കൊമ്പാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് വേണമെങ്കിൽ തൊലി വേർതിരിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ മീതെ കാണുന്ന ഈ തൊലികളില്ലേ, അത് മുഴുവനായിട്ട് നമുക്ക് ഒരതി കളയണം. എന്നിട്ട് വേണം നമ്മൾ ഇതിൻ്റെ തൊലി വേർപ്പെടുത്തിയെടുക്കാൻ. അപ്പോൾ മൂത്ത കൊമ്പിൽ നിന്നാണെങ്കിൽ നമ്മളിത് വെയിൽ കൊണ്ടുവച്ചാൽ പെട്ടെന്ന് ഇതിന് വേർപ്പെടുത്തിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇത് നനഞ്ഞതാണ്, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിൻ്റെ തൊലി ഒന്ന് ഒരതി കളഞ്ഞതിന് ശേഷം നമുക്ക് വേർതിരിച്ചെടുക്കാം. ഇത് മൂത്ത കൊമ്പാണ് കേട്ടോ. ഇതിൻ്റെ തൊലി നമ്മൾ ഒരതി കളഞ്ഞതിന് ശേഷം വേണമെങ്കിൽ പെട്ടെന്ന് ഇത് വേർപ്പെടുത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാക്കാം. ഞാൻ കുറേ കൊമ്പുകളില്ലേ, അപ്പോൾ നമുക്ക് വീട്ടിലത്തെ ആവശ്യത്തിന് കുറച്ച് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് ഒറിജിനലാണെന്ന് നമുക്കറിയില്ല. ഇതേപോലെ ഇലമങ്ങലത്തിൻ്റെ തൊലിയാണെന്നും അറിയില്ല. ഒറിജിനൽ കറുവപ്പട്ടയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇത് വീട്ടിലുള്ളത് കൊണ്ട് നമുക്ക് ഇതുമെന്ന് ഇനി മൂക്കാത്തതായാലും നല്ലതായാലും എന്തായാലും അതിൻ്റെ തൊലി നമുക്ക് എടുത്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത് എടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ്. എന്നാലും കൂടെ നമുക്ക് ആവശ്യത്തിന് കുറച്ച് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് കറുവപ്പട്ട പറഞ്ഞത് ഇതേ രൂപത്തിലാവും. നിങ്ങൾക്കൊക്കെ കണ്ടാൽ അറിയും. അപ്പോൾ ഇതുപോലുള്ളതാണ് നമ്മളൊക്കെ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത്. നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാക്കും. ഇതിൻ്റെ മീതത്തെ ഈ തൊലി കളഞ്ഞിട്ടാണ് അത് നല്ല കളറ് വരുന്നത്. അപ്പോൾ വലിയത് മെഷീൻ കൊണ്ടൊക്കെ ആവും ചെയ്യുന്നുണ്ടാവുക. നമ്മളിപ്പോൾ ഇത് കൈകൊണ്ട് വെച്ച് ചെയ്യുന്ന കാരണമാണ് ഇത്ര ബുദ്ധിമുട്ട്. എന്നാലും നമ്മൾക്ക് പച്ചയിലാകുമ്പോൾ വേഗത്തിൽ തന്നെ ഇതൊക്കെ കളയാൻ പറ്റും. പിന്നെ ഉണങ്ങി കിട്ടൽ പറഞ്ഞാൽ അത് വേനൽക്കാലമായാലും വർഷക്കാലമായാലും ഒരു പ്രയാസമില്ല. ഒരു പേപ്പറിലിട്ട് കൊടുത്തെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടുന്നുണ്ട്. അത് മൂത്തതായാലും പച്ചയായാലും ഒന്നും ഒരു പ്രശ്നമില്ല. പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. നമ്മളൊന്ന് പരത്തിയിട്ടിട്ട് ഫാനിൻ്റെ ചോട്ടിലിട്ട് കൊടുത്താൽ മതി. അപ്പോൾ കറുവപ്പട്ട നമ്മൾ അറിയേണ്ടത് കറുവപ്പട്ട തന്നെയാണെന്ന് ഉറപ്പ് വരുത്തലാണ്. ഇലമങ്ങലത്തിൻ്റെ തൊലിയൊന്നും നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. അതിൻ്റെ ഇല നമ്മൾ പലഹാരം ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ഇതേവരെ അതിൽ പലഹാരം ഉണ്ടാക്കിയിട്ടില്ല. ഇവിടെ ഇഷ്ടം പോലെ അതിൻ്റെ ഇലകളൊക്കെ ഉണ്ട്, പക്ഷെ ഇതുവരെ ചെയ്തിട്ടില്ല. എല്ലാവരും ഇലയിൽ പലഹാരമൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. അതിന് മാത്രമാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. പിന്നെ അതിൻ്റെ മരം നമ്മൾ വിറകായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഒറിജിനൽ കറുവപ്പട്ട. അപ്പോൾ അറിയാത്തവർ മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത്. അപ്പം ഞാൻ ഈ കറുവപ്പട്ടയുടെ തൊലി എടുത്തിട്ട് ഉണക്കുന്നതൊന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ കറുവ മരത്തിൽ നിന്ന് ഇതേപോലെയാണ് നമ്മൾ കറുവപ്പട്ട എടുക്കുന്നത്. അപ്പോൾ അറിയാത്തവർക്ക് മനസ്സിലാക്കാമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കറുവപ്പട്ടയുടെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു.
വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള നല്ല വീഡിയോകളുമായി വരാൻ ശ്രമിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.